എന്റെ ഒരു ഐഡിയ ഉണ്ട്. കാശെടുക്കാൻ പറ്റും. 5. 5000? അയ്യോ, പോലീസ് വെട്ടിക്ക് ബിസ്ക്കറ്റ് പിടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? കൈ വാങ്ങിട്ട് പോടാ. സമാജം പറഞ്ഞാൽ 5 ലക്ഷം രൂപ ഇറക്കിയാൽ മതി. 5 ലക്ഷം രൂപ ഇതിനു വേണ്ടിട്ട് ഇറക്കാൻ എവിടെ ഇരിക്കുന്നു? തന്തവേ വരും, തന്തവേ. ആ ഏട്ടാ, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വേണം. സുരഭി ആകെ ഡിപ്രസ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഏട്ടത്തെടുത്ത് പറയണം ചുമ്മാ അവളെ കയറി ചെറിയായിരുന്നു. ഓക്കെ എടാ, എന്റെ ഭാര്യ അങ്ങനെ ആരെയും ചൊറിയാനൊന്നും പോവില്ല. ആണാ? അത് അറിയാം, എല്ലാവർക്കും അറിയാം ആരെ കയറി എപ്പോഴും ചൊറിയാറെന്നുള്ള കാര്യം. അഥവാ അങ്ങനെ പറഞ്ഞെങ്കിലേ നിന്റെ ഭാര്യ എടുത്ത് കാത് കുത്തി ഇരിക്കാൻ പറ. അത് ശരി, നിങ്ങളുടെ ഭാര്യ പേടിച്ചിട്ട് എന്റെ ഭാര്യ ചെവി പൊത്തിരിക്കണോ നിങ്ങൾ പറയുന്നത്? ആർക്കട പേടി ഭാര്യയെ? നിങ്ങൾക്ക് ഭാര്യ നല്ല രീതിയിൽ പേടിയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും കൂടെ അറിയാം. എടാ, എന്റെ വേറൊരു മോന്ത അവൾക്ക് നല്ല രീതി അറിയാം. ഞാൻ വരച്ച വരയിൽ അവള് നിൽക്കും. ആ വര ഏട്ടത്തെ അങ്ങ് വരയ്ക്കുന്നതേ ഉള്ളൂ. നിന്റെ ഭാര്യ ഭാര്യയുടെ പേര് അലമ്പണ്ടാക്കുന്ന ഇങ്ങനെന്തോ പറയുന്നത്? കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ചുമ്മാ ഭാര്യയുടെ പേര് അലമ്പണ്ടാക്കി കൊടുത്താ അത് ഇതുമായിട്ട് എന്ത് ബന്ധം? അത് ബന്ധമുണ്ട്. പിന്നെ ചുമ്മാ നീ പോവാണോ? പിന്നെ ഞാൻ ഇവിടുന്ന് എന്തോ ചെയ്യാനാ? പോടാ കാണിച്ചു. സുരഭി എവിടെ? അവള് തലയും കുത്തി നിൽക്കുന്നു. എന്നാ പോയി കൂടെ കുത്തിയിരിക്കണ. നിങ്ങളും കൂടെ പോയി നിൽക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, അവള് ഡിപ്രസ് ആയിട്ട് അകത്ത് ഇരിപ്പുണ്ട് റൂമിൽ. എടാ, നീ ഒന്ന് പോയി അവളെ മോട്ടിവേറ്റ് ചെയ്യ്. ഇങ്ങനെ ചുമ്മാ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടാ? ഏട്ടാ, എനിക്കൊരു 5 ലക്ഷം രൂപ തരാമോ? എടാ, അവളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ എന്നെ ഊറ്റാനല്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ വഷളാക്കിയത് ഫുള്ള് ഞാൻ തന്നെ. അതാണ് ശരിക്കുള്ള തന്തവയും. താനിത് എവിടാണോ? തന്നോട് ബോംബെക്ക് പോകാനല്ലേ ഞാൻ പറഞ്ഞത്? ഇയാളെന്തിനാ ബാംഗ്ലൂരിൽ പോയേ? അയ്യാ, കല്യാണവും നൂലുകെട്ടും ഒക്കെ കൂടിയിട്ടേ താനും ചെയ്തുള്ളുമ്പോഴത്തേക്ക് അവരവരുടെ പാട്ടിന് പോകും. എന്റെ മേനോനെ താൻ എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യ് കേട്ടോ. ആ പറഞ്ഞില്ലെന്ന് വേണ്ട. ആന്റി, എന്താ പോലെ? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? ആ ചോപ്രയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ആന്റി തന്നെയാണ്. നീയും അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുവാണോ? ഞാനങ്ങനെ വിശ്വസിച്ചിട്ടില്ല, പക്ഷെ സുരഭിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്തോ ചെയ്യാനാ എന്റെ കുഞ്ഞെ? അത് അങ്ങനെ അല്ലെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ യാതൊന്നുമില്ല. പ്രതീക്ഷ നല്ല വിഷമത്തിലാണേ. എല്ലാം ശരിയാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇപ്പൊ ഞാൻ എന്തുവാ പറഞ്ഞത്? എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് മൊത്തത്തിൽ സംശയമുണ്ടേ. അല്ല അല്ല ആന്റി, അല്ല മൊത്തത്തിൽ പൊതുവേ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം എനിക്കിട്ട് പണിയാണോ? ഞാൻ അങ്ങനെ ആന്റി വല്ലതും പറയൂ? പോട്ടെ, നീ എങ്കിലും പറയാതിരുന്നാ കൊള്ളാം. ഞാൻ അങ്ങോട്ട് പോട്ടെ. ചെല്ല്. ആരാ ഈ ചോപ്പറ? നിനക്ക് ഏത് നേരത്താണോ തോന്നിയത് ഇങ്ങോട്ട് എഴുതള്ളാൻ? രേഖ